അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ അടിത്തറിളകും വിധത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ കാരണമായ പല ഘടകങ്ങൾ അന്ന് പാർട്ടി വിലയിരുത്തിയപ്പോൾ അതിലൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട എ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് ആളുകൾക്കിടയിൽ വലിയ സംശയത്തിനിടയാക്കിയെന്നും അതുകൊണ്ട് കടുത്ത നടപടി വേണം എന്നുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പത്മകുമാറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് പാർട്ടി എത്തും എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് സസ്പെൻഷൻ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലത്തേക്കുള്ള ഒരു നടപടി മാത്രമാണ്. എത്ര കാലത്തേക്ക് എന്ന് വ്യക്തമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നടപടിയെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ കാണുന്നതും മനസ്സിലാക്കുന്നതും? അല്ല, നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, പത്മകുമാറിനെതിരായി നടപടിയെടുക്കാൻ CPM-ന് പേടിക്കേണ്ടി വരും എന്ന് തുടക്കം തൊട്ടേ നമുക്ക് മനസ്സിലായതാണ്. കാരണം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് 24 അടങ്ങുന്ന മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ബൈറ്റുണ്ട്. എന്താ അത്? ദൈവതുല്യരായവർ ഇടപെട്ടാൽ ഞാൻ എങ്ങനെ നോക്കി നിൽക്കാനല്ലാതെ മറ്റെന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവതുല്യർ എന്ന് പറയുന്ന തന്ത്രിയാണ് എന്ന് അന്ന് ചർച്ചയിൽ പങ്കെടുത്ത 24-ന്റെ തന്നെ ചർച്ചയിൽ പങ്കെടുത്ത ഇടതു പ്രതിനിധികൾ പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്നാൽ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏതാണ്ട് 30-35 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പാർട്ടി ജീവിതത്തിൽ എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ ദൈവതുല്യൻ, ദൈവസമാനൻ, അദ്ദേഹം ആരാധിച്ച് താണു വണങ്ങിയിരുന്നത് പിണറായി വിജയനെയാണ് എന്ന് നമുക്ക് കാണാം. VS പിണറായി യുദ്ധകാലത്ത് പത്തനംതിട്ട ജില്ലയിൽ പിണറായിക്ക് വേണ്ടി നടത്തിയ തേര് തെളിച്ച ആളാണ് പത്മകുമാർ. അത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്താകെ ആ ഗ്രൂപ്പിന്റെ ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിലൂടെ പറയുമ്പോൾ പോലും അവിടേക്ക് വിളിപ്പിച്ചു. അവിടെ എത്തിയപ്പോൾ വിജയേട്ടനോട് അങ്ങ് വിളിപ്പിച്ചിട്ടല്ലേ ഞാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പത്മനെ ഞാൻ വിളിപ്പിച്ചില്ല എന്ന് പറയുന്നു എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുമ്പോൾ ആ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവും പിണറായി വിജയനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം. ആ ആത്മബന്ധത്തിൽ വീഴ്ച ഉണ്ടാവുന്ന തരത്തിൽ ഇടപെടലുകൾ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഭാഗത്തു നിന്നോ യുവതീ പ്രവേശനത്തിലും ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയിലും ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ കാണേണ്ടത്. നോക്കൂ, നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ ഇന്ന് ഏതാണ്ട് 5 മണിവരെ പത്മകുമാറിന്റെ കഴുത്തറക്കാൻ പോകുന്നേ എന്ന നിലയ്ക്കാണ് വാർത്ത കൊടുത്തത്. അങ്ങനെ തന്നെ വേണമായിരുന്നു താനും. എന്നാൽ മുക്കിയെന്ന് ചോദിച്ചാൽ മുക്കി, മൂളിയെന്ന് ചോദിച്ചാൽ മൂളി എന്ന കണക്കിന് ഒരു നടപടിയാണ് ഇന്ന് പത്മകുമാറിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് CPM-ന്റെ നേതൃത്വം സ്വീകരിച്ച ഒരു സമീപനമുണ്ടല്ലോ. അതായത് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടു എന്നത് ശരിയാണ്, പക്ഷേ കുറ്റപത്രം നൽകിയിട്ടില്ല, കോടതിയിൽ എത്തിയിട്ടില്ല. എന്ത് കുറ്റമാണ് പത്മകുമാർ ചെയ്തത് എന്ന കാര്യം തെളിയിക്കപ്പെട്ടിട്ടില്ല. കോടതിയിൽ ആ കാര്യങ്ങൾ തെളിയിക്കപ്പെട്ട ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് പാർട്ടി പോകൂ. അതാണ് പാർട്ടിയുടെ രീതി എന്നതാണ്. അതേ ന്യായം ഇപ്പോഴും പാർട്ടിക്ക് പറയാൻ കഴിയുമല്ലോ. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് സ്വാഭാവിക ജാമ്യം കിട്ടി പത്മകുമാറിനെ പോലുള്ളവർ പുറത്തേക്ക് വന്നതും. ആ ന്യായം വേണമെങ്കിൽ പാർട്ടിക്ക് ഇപ്പോഴും പറയാം. അല്ല, ഉറപ്പായിട്ടും അത് പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആശങ്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിശയപ്പെടുന്നത്, പത്മകുമാർ കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച അദ്ദേഹം കുറ്റമൊന്നും ചെയ്തില്ല. അദ്ദേഹം ചെയ്ത കുറ്റം ഏതാണ്ട് 6 മാസക്കാലമായി നമ്മുടെ ഈ പറയുന്ന പൊതുസമൂഹത്തിന് മുമ്പാകെയുള്ളതാണ്. എന്താണത്? അത് ഹൈക്കോടതിയുടെ മുമ്പാകെ പത്മകുമാർ കൊടുത്ത ജാമ്യാപേക്ഷയിലടക്കം, പിന്നീട് ഹൈക്കോടതി ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് നടത്തുന്ന ഉത്തരവിലടക്കം പറയുന്നുണ്ട്. ഒന്ന് 120B ആണ്, ഏത് ക്രിമിനൽ കോൺസ്പിറൻസി. അതുകൊണ്ട് 496, 436 തുടങ്ങിയ IPCയുടെ വിവിധ സെക്ഷനുകൾ, അതായത് വ്യാജരേഖ ചമച്ചു, 420 അടക്കമുള്ള ആ കേസിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. വ്യാജരേഖ ചമച്ചു എന്ന് പറഞ്ഞാൽ ആ കേസിൽ വ്യാജ വിഗ്രഹം ചമച്ചു എന്ന് വേണം ആ കേസിന്റെ പെർവേൻസിൽ നമ്മൾ കാണാൻ. അങ്ങനെ കാണുമ്പോൾ ആ വ്യാജ വിഗ്രഹം ചമച്ച് അയ്യപ്പനെ തന്നെ അടിച്ചുകൊണ്ട് പോകാൻ, അരവണ മുതൽ അയ്യപ്പനെ അവരെ അടിച്ചു മാറ്റുന്നതിൽ നേതൃത്വം കൊടുത്തു പത്മകുമാർ എന്നാണ് SIT കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുകയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന്റെ വീഴ്ച കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ 90 ദിവസമായിട്ടും ചാർജ് ഷീറ്റ് കൊടുക്കാത്തതുകൊണ്ട്, 90 ദിവസമായിട്ടും തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ, രാജ്യത്ത് ആർക്കും അവൈലബിൾ ആവുന്ന ഒരു ബെയിൽ, ആ ബെയിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി പറയാണ് ഞങ്ങൾ തോൽക്കാൻ കാരണം പത്മകുമാർ ആണ് എന്ന് പറയുമ്പോൾ, ആ പത്മകുമാർ ആണ് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്തും അദ്ദേഹം പാർട്ടിയിലുണ്ട്. ഇന്ന് ഏതാണ്ട് 5 മണി വരെ അദ്ദേഹം പാർട്ടിയിലുണ്ട്. അപ്പൊ പത്മകുമാറിനെ ബലിയാടാക്കിക്കൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്ന് മുഴുവൻ CPM-ന് കൈ കഴുകാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് പത്മകുമാർ തുറന്നു പറയാൻ, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് മുങ്ങാനില്ല,
മുങ്ങുകയാണെങ്കിൽ കപ്പൽ കൂടി മുക്കിയിട്ട് ഞാൻ മാറുന്നുള്ളൂ. കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇനി മുമ്പോട്ട് രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളൊന്നും വെച്ചു പുലർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കുടുക്കിയവരെല്ലാവരും കൂടി കുടുങ്ങട്ടെ, വീഴുമ്പോ പുരയാകെ അങ്ങ് വീഴട്ടെ എന്ന കണക്കിനാണ് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇന്ന് നിങ്ങളടക്കം ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കാര്യം യുവതീ പ്രവേശന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന IGയെ അവിടെ നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ ആ പാർട്ടിയിലെ ഉന്നതൻ കഴിഞ്ഞ 10-26 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ തന്നെയാണ്. ആ ഉന്നതനാണോ എന്നത് പത്മകുമാർ പറയട്ടെ. ആ ഉന്നതൻ ഇടപെട്ട് പത്മകുമാറിനെയും ശ്രീജിത്തിനെയും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചോ? അങ്ങനെ വിളിപ്പിച്ചെങ്കിൽ CPM പറയുന്നത് പോലെ ഞങ്ങൾ ഇതാ കോടതി വിധി നടപ്പിലാക്കുകയായിരുന്നു എന്നൊരു വാദം ഇനി അംഗീകരിക്കാൻ പറ്റില്ല. കാരണം കരുതിക്കൂട്ടി അവിടെ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സ്വന്തം സോഷ്യൽ മീഡിയയിൽ അടക്കം എഴുതിയിട്ട് ഞങ്ങൾ എത്തയിസ്റ്റുകളാണ് എന്നാണ് കനകദുർഗയും രഹന ഫാത്തിമയും എല്ലാം സ്വന്തം സോഷ്യൽ സ്പേസുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളല്ലാത്ത, ബേസിക്കലി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളായ ചില സ്ത്രീകളെ അവിടെ കരുതിക്കൂട്ടി കയറ്റാൻ വേണ്ടി ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അതിന് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇടപെട്ടത്, സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ? അങ്ങനെ ഒരു ഗൂഢാലോചന, കൃത്യമായി പറഞ്ഞാൽ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് നവോത്ഥാന നായകൻ ചമയാനുള്ള ഒരു ഗൂഢാലോചന മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടി നടന്നിട്ടുണ്ടോ? അത് അന്വേഷിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.